സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നിന്നും 200ഓളം കിലോമീറ്റർ അകലെയുള്ള ഹരീഖ് എന്ന കൊച്ചുപട്ടണം. സ്വദേശി വൽക്കരണത്തിന്റെ വലിയ ആശങ്കകളൊന്നുമില്ലാതെ സ്വദേശികളും വിദേശികളും ഏറെ സൗഹൃദത്തോടുകൂടി താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. സൗദിയിലെ തന്നെ ശുദ്ധജലം ലഭിക്കുന്ന അപൂർവം മേഖലകളിൽ ഒന്നുമാണ് ഹരീഖ്. സൗദി അറേബ്യ ഗൾഫിലെ ഏറ്റവും വലിയ രാജ്യമാണ്. ഇന്ത്യയുടെ മുക്കാൽ ഭാഗത്തോളം വരും ഇത്. ഈ വലിയ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും മലയാളികളുണ്ട്. സൗദിയിൽ ശുദ്ധജലം ലഭിക്കുന്ന അപൂർവം പ്രദേശങ്ങളിലൊന്നാണ് ഹരീഖ്. റിയാദിൽ നിന്നും 230 കിലോമീറ്റർ അകലെയുള്ള ഹരീഖ് സന്ദർശിക്കാനെത്തുന്നവർ ഒരിക്കലും മറക്കാത്ത പ്രകൃതി ഭംഗിയും ആതിഥേയത്വവും നിറഞ്ഞ പ്രദേശമാണ്. ഹരീഖ് എന്നാൽ തീക്കനൽ എന്നാണ് അർത്ഥം. 10,000-ഓളം സ്വദേശികളും 1,500-ഓളം വിദേശികളുമുള്ള സൗദിയിലെ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു ഉൾനാടൻ കൊച്ചുപട്ടണം. ഇവിടെ 35 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി എത്തിയ ഇന്ത്യക്കാരനാണ് കോഴിക്കോട് കുറ്റിച്ചിറ സ്വദേശി മുസ്തഫ. തന്റെ ജീവിതത്തിന്റെ പകുതിയിലധികവും ജീവിച്ചു തീർത്ത ഈ പട്ടണത്തിലെ റമദാൻ വിശേഷങ്ങളും മറ്റും മുസ്തഫയ്ക്ക് ഏറെ പറയുവാനുണ്ട്. ഇത് ഒരു പഴയ കാലഘട്ടത്തിലെ ഒരു കുഗ്രാമവും ഒരു ചരിത്ര സമ്പൂർണമായ ഒരു സ്ഥലമാണ്. മാത്രമല്ല, അബ്ദുൽ അസീസ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ ഗോത്രവർഗ്ഗക്കാർ തമ്മിലുണ്ടായ രാജാവിൻ്റെ സപ്പോർട്ടീവായിട്ടുള്ള ആളുകളും രാജാവിൻ്റെ എതിർ ആളുകളും തമ്മിൽ യുദ്ധങ്ങൾ നടന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കുട്ടികളുടെ സ്കൂളിലെ അധ്യായങ്ങൾ വരെ ഈ ഹരീഖിനെ പറ്റി ഉണ്ടായിരുന്നു. ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങൾ ആദ്യമായിട്ട് വരുന്ന ഒരു വിദേശികളായിരുന്നു. ഞങ്ങൾ 44 ആളുകൾ ഒരേ ഫ്ലൈറ്റിൽ വന്ന് 2 ദിവസമായിട്ട് ഹരീഖിൽ ലാൻഡ് ചെയ്തപ്പോൾ ഇവരെ ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന സ്നേഹവും പ്രകടനവും അവരെ ഞങ്ങളുടെ ആതിഥേയ മര്യാദവും കണ്ടപ്പോൾ ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുപോയി. അന്ന് ആദ്യത്തെ നോൻപിന് തന്നെ ഞങ്ങളുടെ അക്കോമഡേഷനിൽ, അത് താമസ സ്ഥലങ്ങളിലേക്ക് ഇവിടുത്തെ അറബികൾ പഴവർഗ്ഗങ്ങളായിട്ടും അത്തിപ്പഴമായിട്ടും ഈത്തപ്പഴമായിട്ടും എന്ന് വേണ്ടല്ല എല്ലാവിധ സംഗതികളും എല്ലാവിധ ഭക്ഷണ സാധനങ്ങളും ഞങ്ങൾക്ക് എത്തിച്ചിരുമായിരുന്നു. അവർക്ക് നമ്മളെ കണ്ടപ്പോൾ ഒരു പൊതുവായി വന്നൊരു ജനത, എങ്ങനെയാണ് ഈ ജനതയെ സ്വീകരിക്കേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തതുപോലെ അവർ ഞങ്ങളെ സ്വീകരിക്കുകയുണ്ടായി. ഹരീഖിലെ ഏറ്റവും പ്രായമേറിയ സ്വദേശി അലിസാദ് റാഷിദ് അൽ അൻസാനും മുസ്തഫയെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് കാണുന്നത്. ഇന്ത്യക്കാരെ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് റാഷിദ് അൽ അൻസാൻ. أول تجارة بيع شراء كذا جمال هذا العود يجيبونه نشتريه كرتون من وين؟ من يجي من الهند ومن ما شاء الله ما شاء الله. സ്വദേശിവൽക്കരണത്തിന്റെ ആശങ്കകൾ സൗദിയിലെ എല്ലായിടത്തും ആശങ്കകൾ സൃഷ്ടിക്കുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഏറെ സന്തോഷത്തോടെ വിദേശികൾക്കൊപ്പം കഴിയുകയാണ് ഹരീഖിലെ സ്വദേശികൾ.